कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 18 ശ്ലോകം 43 നമുക്ക് വേണ്ടത്. 42 കഴിഞ്ഞത്. അപ്പോൾ അതിൽ പറഞ്ഞ എന്താ വെച്ചാൽ, നീ ഇങ്ങനെ രാജാവിനെ ശപിച്ചത് നന്നായില്ല എന്ന് പറഞ്ഞു ശൃംഗിയെ ശമീക മഹർഷി, അംഗിരസ് മഹർഷിയുടെ മകനായിട്ടുള്ള ശമീക മഹർഷി ശപിച്ചു എന്ന് പറഞ്ഞു അല്ലേ. 43 അലക്ഷ്യമാണേ നരദേവനാംനി രഥാംഗപാണാവയമംഗലോകഃ തദാ ഹി ചോരപ്രചുരോ വിനക്ഷ്യത്യരക്ഷ്യമാണോ വിവരൂഥവത് ക്ഷണാൽ. അപ്പോ ഇനി 43 എന്താ പറഞ്ഞാൽ, അംഗ നരദേവനാംനി മകനെ, അംഗ മകനെ, നരദേവനാംനി നരദേവൻ, ഹേ അംഗ, ഹേ മകനെ, ശൃംഗിയോട് പറയണേ ശമീക മഹർഷിയെ, നരദേവനാംനി നരദേവൻ, രാജാവ് എന്ന നാമത്തോടു കൂടിയിരിക്കുന്ന രാജാവ്, രഥാംഗപാണവും ചക്രപാണിയായ ശ്രീ മഹാവിഷ്ണു അലക്ഷ്യമാണെ കാണപ്പെടാതെയാകുമ്പോൾ തദാഹി അപ്പോൾ തന്നെ അയം ലോക ഈ ലോകം അരക്ഷ്യമാണ് രക്ഷിക്കപ്പെടാതെയുള്ളതായും ചോരപ്രചുര കള്ളന്മാർ ധാരാളം പെരുകിയിട്ടുള്ളതായും ഭവിച്ച് അവിവരൂഥവത് രക്ഷയ്ക്ക് ആളില്ലാതെ ഈ അതായത് ചെമ്മരിയാട്ടിൻ കൂട്ടത്തെ പോലെ ആവുന്ന, അതിന് രക്ഷിക്കാൻ ആളില്ല, കാട്ടുകൂടെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകാണ്. അപ്പൊ ചെമ്മരിയാടിന്റെ കൂടെ അതിന് രക്ഷിക്കാൻ ആളില്ലെങ്കിൽ പുലിയും നരിയൊക്കെ പിടിച്ച് തിന്നൂലോ, കുറുക്കനും ഒക്കെ. അങ്ങനത്തെ ചെമ്മരിയാട്ടിൻ കൂട്ടം പോലെ ആവും ഈ പ്രജകളെ. ക്ഷണാത് എളുപ്പത്തിൽ വിനക്ഷ്യതി നശിച്ചു പോകും. നീ ചെയ്തത് കഷ്ടായി. എന്താ കാരണം വെച്ചാൽ, മകനെ, ഈ രാജാവ് എന്ന് പറയുന്ന ആള് ഇല്ലെങ്കിൽ അനാഥാവും രാജ്യം. അതായത് ഈ മഹാവിഷ്ണു പോയതുകൊണ്ട് കലിയാണ് ഇവിടെ ഉള്ളപ്പോഴേ, മഹാവിഷ്ണു തിരോധാനം ചെയ്തപ്പോൾ സ്വധാമതിക്ക് തിരിച്ചു പോയപ്പോൾ കലി വന്നു. അപ്പൊ ചക്രപാണിയായിട്ടുള്ള മഹാവിഷ്ണു കാണപ്പെടാതെ ആകുമ്പോൾ മീൻസ് ഭഗവാന്റെ അവതാരോദ്ദേശം കഴിഞ്ഞ് മടങ്ങിയല്ലോ. അപ്പോ തത്സമയം തന്നെ ഈ ലോകം ആരാല രക്ഷിക്കപ്പെട്ടത്? കലി അല്ല, പിന്നെ മഹാവിഷ്ണു പോയപ്പോൾ കലി വന്നു. പക്ഷേ കലിയുടെ ദോഷത്തിന്ന് ഇതുവരെയും രക്ഷിച്ചുകൊണ്ടിരുന്നത്, മഹാവിഷ്ണു പോയിട്ട് ഇതുവരെയും ഈ രാജ്യത്തിന് രക്ഷിച്ചുകൊണ്ടിരുന്നത് ആരാണ്? ഈ പരീക്ഷിത് മഹാരാജാവാണ്. അപ്പൊ പരീക്ഷിത് മഹാരാജാവിനെ പരീക്ഷിത് മഹാരാജാവ് മരിച്ചാൽ രാജ്യം അനാഥാവും, രാജ്യത്തെ രക്ഷിക്കാൻ ആളില്ലാതെയാവും. അപ്പൊ കള്ളന്മാര് പെരുകും. അതാണ് പ്രചുരം വർദ്ധിക്കും, കള്ളന്മാരൊക്കെ വർദ്ധിക്കും. എന്നിട്ടോ അവിവരൂഥവത് അതാവും. എന്താ ഈ ചെമ്മരിയാടിന്റെ കൂട്ടങ്ങളെ രക്ഷിക്കാൻ ആളില്ലാത്ത ചെമ്മരിയാടിൻ കൂട്ടത്തെ പോലെ എളുപ്പത്തിൽ ക്ഷണാത് വിനങ്ഷ്യതി നശിച്ചു പോകുന്ന. ഇപ്പൊ രക്ഷിക്കാൻ ആളില്ല, ഒരു കാട്ടുകൂടെ അങ്ങനെ ചെമ്മരിയാട്ടം പൂവ് വെച്ചാൽ നല്ല സുഖല്ലേ. ഈ പിന്നെ മറ്റേ ഹിംസ ജന്തുക്കൾക്കൊക്കെ വലിയ സുഖല്ലേ, നരിക്കും ഈ കാർണിവോഴ്സിനൊക്കെ നല്ല സുഖമായി. ആരും അതിനെ പേടിപ്പിക്കാൻ ഇല്ലാച്ച കാർണിവോഴ്സൊക്കെ നരിയും പുലിയും ഈവൻ കുറുക്കനും ചെന്നായെ എല്ലാവരും വന്ന് തിന്നിട്ട് അത് മുഴുവൻ എല്ലാ ചെമ്മരിയാടും ചത്തുപോകും, അല്ലെങ്കിൽ അവരുടെ വയറ്റിലാവും. അതുപോലെയാണ് ഇപ്പോ ഈ രാജ്യത്തെ പ്രജകളെ. ഭഗവാൻ പോയതിന് ശേഷം, ഭഗവാനുള്ളപ്പോ ഭഗവാനെല്ലാം നോക്കിയിരുന്നു, ഭഗവാൻ പോയതിന് ശേഷം ഇപ്പോ നമ്മളെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാജാവാണ് ഇത്. അതും അതിനുശേഷം നമ്മുടെ ഇപ്പോഴത്തെ ഈ പരീക്ഷിത് മഹാരാജാവാണ് എല്ലാവരെയും രക്ഷിച്ചുകൊണ്ടിരിക്കണതേ. അപ്പൊ അദ്ദേഹത്തിന് ശപിച്ച് 7 ദിവസത്തിനുള്ളിൽ അദ്ദേഹം മരിക്കുന്നല്ലേ നീ ഇപ്പൊ ചെയ്തത്, ശപിച്ചത്. അപ്പൊ ഈ രാജ്യം അനാഥാവും, കള്ളന്മാരൊക്കെ അനവധി വർദ്ധിക്കും. എന്നിട്ട് രക്ഷിക്കാൻ ആളില്ലാത്ത ചെമ്മരിയാട്ടിൻ കൂട്ടത്തെ പോലെ ഈ രാജ്യത്ത് പ്രജകൾ നശിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതായത് ഇങ്ങനൊരു ശപിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാണ് ശൃംഗിയോടെ. 43 അലക്ഷ്യമാണേ നരദേവനാംനി രഥാംഗപാണാവയമംഗലോകഃ തദാ ഹി ചോരപ്രചുരോ
വിനക്ഷ്യത്യരക്ഷ്യമാണോ വിവരൂഥവത് ക്ഷണാത്. അവിവരൂഥവച്ച ചെമ്മരിയാട്ടിൻ കൂട്ടം പോലെ എന്നാണ് കേട്ടോ അർത്ഥം. ഓക്കെ, ഇനി 44. തദ്യന പാപമുപൈത്യനന്വയം യന്നഷ്ടനാഥസ്യ വസോർവിലുംബകാത് പരസ്പരം ഘ്നന്തി ശപന്തി വ്യഞ്ജതേ പശൂൻ സ്ത്രീയോർത്ഥാൻ പുരുദസ്യവോ ജനാഹ. അത് ഇതിലെന്താ വെച്ചാൽ നമ്മൾ ആ അർത്ഥം ഇങ്ങനെ ഇതാവുമ്പോൾ വളരെ നല്ല കുറേ വാക്കുകൾ നമുക്ക് അറിയണതാണല്ലോ. തദ് അതുകൊണ്ട് നഷ്ടനാഥസ്യ, അതായത് നാഥനില്ലാത്ത അല്ലെങ്കിൽ രക്ഷകൻ നാഥനില്ലാതെ അരാജകത്വം ബാധിച്ച ഈ ലോകത്തിന്റെ നഷ്ടനാഥസ്യ, നാഥൻ നഷ്ടപ്പെട്ട ഈ ലോകത്തിന്റെ വസോഹോ നിലുംബകാത്, അതായത് വിലുംബകാത്, വസോഹോ വിലുംബകാത്. വസോ എന്ന് പറഞ്ഞ ദ്രവ്യങ്ങൾ, അതായത് ധനധാന്യങ്ങളൊക്കെ. പിന്നെ വിലുംബകാത് എന്താ അറിയോ, അത് കൊള്ള ചെയ്യുന്നവർ നിമിത്തമായിട്ട് ഈ രാജ്യത്തെ അരാജകത്വമാണ്. നാഥനില്ലാത്ത രാജ്യാവും. രാജാവ് മരിച്ചാൽ പിന്നെ നാഥനില്ലാത്ത ഈ രാജ്യത്തിലെ എല്ലാ ദ്രവ്യങ്ങളും, അതായത് ധനധാന്യാദികളൊക്കെ കൊള്ള ചെയ്യുന്നവര് കാരണം വസോഹോ വിലുംബകാതിച്ചാലോ, അത് കൊള്ള, ഈ ധനധാന്യങ്ങളൊക്കെ ആരെയും പേടിക്കാനില്ലല്ലോ. അപ്പൊ കൊള്ളക്കാർ വന്ന് കൊള്ളയടിച്ച് പോവുക കാരണം യാതൊരു പാപം ഉണ്ടാകുമോ, അത് കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അപ്പൊ അത് പാപല്ലേ. അനന്വയം, ഒരു ബന്ധവും ഇല്ലാതെ അദ്യ നഹ, ഇന്ന് നമ്മെ ഉപേതി സമീപിക്കുന്നു. അതായത് നമുക്ക് പാപം കിട്ടും. നീ ഇപ്പത് ഇങ്ങനെ ശപിച്ച കാരണം രാജ്യത്ത് നാഥനില്ലാതെയായി. അപ്പൊ കൊള്ളക്കാരും കള്ളന്മാരും വന്ന് എല്ലാ സ്വത്തുക്കളൊക്കെ കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ടും. അതിന്റെ പാപം ഇന്നിപ്പോ നമ്മളെ സമീപിക്കണു എന്ന് പറയാണ്. പുരുദസ്യവഹ, ധാരാളം കൊള്ളക്കാരോട് കൂടിയ ജനാഹ, ആളുകൾ പരസ്പരം തമ്മിൽ ഘ്നന്തി, കൊല നടത്തുന്നു. അതായത് ആരും വേണ്ട പോലെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഇല്ലെങ്കിൽ ചീത്ത ആൾക്കാരും ബലവാന്മാര് ബലഹീനന്മാരെ കൊല്ലും പിടിക്കുകയൊക്കെ ചെയ്യും, തമ്മിത്തല്ലാവും, കൊല്ലും അല്ലേ. അതാണ് ജനങ്ങൾ പരസ്പരം ഘ്നന്തി, കൊല്ലുന്നു. ശപന്തി, അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കണു, മീൻസ് കുറ്റം പറയണു, പഴി പറയണു. പശുവിൻ, നാൽക്കാലികളെയും സ്ത്രീകളെയും അർത്ഥാൻ, മുതലുകളെയും വൃഞ്ചതെ, തട്ടിപ്പറിക്കുന്നു. വൃഞ്ചത എന്നാണ്, വ്യഞ്ജത എന്നല്ല കേട്ടോ, വൃഞ്ചത എന്നാണ്. അപ്പൊ തട്ടിപ്പറിക്കാന്നാണ് അർത്ഥം. അതായത് നാഥനില്ലാത്ത രാജ്യമായ എന്തൊക്കെ ഉണ്ടാവും, തമ്മിൽ ആൾക്കാര് കൊള്ളക്കാർ വന്നെല്ലാം കൊള്ളയടിച്ച് കൊണ്ടുപോകും. അതിന്റെ പാപം നമ്മൾക്ക് അനുഭവിക്കണം ഇപ്പോ. പിന്നെയോ ആളുകൾ തമ്മില് തല്ലിച്ചാവും. പിന്നെയോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട്, കുറ്റം കണ്ടിട്ടും പറഞ്ഞിട്ടും. പിന്നെയോ ബലഹീനരായിട്ടുള്ള നാൽക്കാലികളെയും പശുക്കളെയും പിന്നെ എന്താണ് കാളകളെയും പോത്തുകളെ, അങ്ങനത്തെ നാൽക്കാലികളെയും പിന്നെയോ ഇന്നസെന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നസെന്റും ബലഹീനരും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളെയും പിന്നെ അവരുടെ സമ്പാദ്യങ്ങളെയും എല്ലാം തട്ടിപ്പറിക്കും. ആരാ? കള്ളന്മാരും കൊള്ളക്കാരും. നാഥനില്ലാത്ത രാജ്യം ആരെയും പേടിക്കാനില്ലാച്ച പിന്നെ അങ്ങനെയല്ലേ. ബലമുള്ളവരെ ബലം ഉപയോഗിച്ച് ബലമില്ലാത്തവരെയൊക്കെ ഉപദ്രവിക്കുകയും തട്ടിപ്പറിക്കുകയും ചെയ്യൂലോ. അരാജകത്വം നമ്മൾ പറയും അല്ലേ. അരാജകത്വം നടമാടും. അതിന്റെ പാപം നമ്മളെ സമീപിക്കുന്നു എന്ന് പറയാണ് ചണ്ഡിക മഹർഷി മകനോടെ. കഷ്ടായി നീ ചെയ്തത്. ഇപ്പോ ഈ രാജ്യത്തിനെ രക്ഷിക്കാൻ രാജാവില്ലാത്തൊരു അവസ്ഥയാവും 7 ദിവസം കഴിഞ്ഞാൽ ഇല്ലേ. അപ്പോ ഈ രാജ്യത്തിലത്തെ സ്വത്തൊക്കെ അപഹരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് അതൊക്കെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാവണ ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിന്റെ പാപം നമുക്ക് വരാതിരിക്കില്ല. ഇന്ന് മുതൽക്ക് അത് നമ്മളെ ആ പാപം ബാധിക്കും. മാത്രല്ല ഈ ഇങ്ങനെയുള്ള കള്ളന്മാരൊക്കെ അന്യോന്യം തമ്മിൽ പിന്നെ കൊല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ കഠോരായിട്ടുള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പിന്നെ ബലഹീനരായിട്ടുള്ള സ്ത്രീകളെയും നാൽക്കാലികളെയും ഒക്കെ ഉപദ്രവിക്കും. അവര്
പിന്നെന്താണ് തട്ടിയെടുക്കും ഒരാളിൽ നിന്ന് ഒരാളേക്ക് ബലവാന്മാരെ. അങ്ങനെയൊക്കെ ഉള്ള അരാജകത്വം ഈ രാജ്യത്ത് ഉണ്ടാവും. അതിൻ്റെ പാപം നമുക്ക് ഇന്ന് തൊട്ടന്നെ നമുക്ക് അനുഭവിക്കേണ്ടിയിരുന്ന് പറയണം. അപ്പോൾ 44 ചൊല്ലിയിട്ട് നമുക്ക് 45 ആവാം. തദദ്യ നഹ പാപമുപൈത്യനന്വയം എന്നഷ്ടനാഥസ്യ വസോർവിലുംബകാത് പരസ്പരം ഗ്രന്ഥി ശപന്തി വൃഞ്ചതേ പശൂൻ സ്ത്രീയോർത്ഥാൻ പുരുതസ്യവോ ജനാഹ. വൃഞ്ചതേച്ച അതാണ്, തട്ടിപ്പറിക്കുകയാണ്. അതായത് സ്ത്രീകളെ നാൽക്കാലികളൊക്കെ തട്ടിപ്പറിക്കും. അതായത് അവനവൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഉള്ള സ്ത്രീകളെയൊക്കെ സ്വന്താക്കുക, അങ്ങനെയൊക്കെ ചെയ്യൂലോ ഈ അരാജകത്വം വന്നാൽ. അതാണ് വൃഞ്ചതയെന്നാണ് കേട്ടോ. ഞാൻ ആദ്യം വ്യഞ്ജതയെന്ന് വായിച്ചു, അത് തെറ്റി വായിച്ചതാണ്. കാരണം വെളിച്ചം കുറവായിരുന്നു. പരസ്പരം ഗ്രന്ഥി ശപന്തി വൃഞ്ചതേ പശൂൻ സ്ത്രീയോർത്ഥാൻ പുരുതസ്യവോ ജനാഹ. അതാണ് പുരുതസ്യവഹ എന്ന് പറഞ്ഞ ധാരാളം കൊള്ളക്കാരൻ, അവര് ഇതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു. 45 തദാര്യധർമ്മശ്ച വിലീയതേ നൃണാം വർണ്ണാശ്രമാചാരയുതസ്ത്രൈമയഃ തതോർത്ഥകാമാഭിനിവേശിതാത്മനാം ശുനാം കബീനാമിവ വർണ്ണസങ്കര. ഇനി എന്തൊക്കെ ആപത്തുകളാണ് രാജാവ് ഇല്ലാത്ത രാജ്യത്ത് വരിക എന്ന് പറയാണ് കേട്ടോ. 45 അപ്പോ 45 എന്താ? തദാര്യധർമ്മശ്ച. അപ്പോ ഇങ്ങനെ രാജാവില്ലാത്തപ്പോ വർണ്ണാശ്രമ ചാരയുതാഹ, വർണ്ണാശ്രമങ്ങളും അവയുടെ ആചാരങ്ങൾ, അതായത് വർണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെന്താണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അതാണ് വർണ്ണം. ആശ്രമങ്ങളെ പറഞ്ഞു വെച്ചാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, പിന്നെ വാനപ്രസ്ഥം, സന്യാസം, അതാണ് വർണ്ണാശ്രമങ്ങളുടെ ആചാരങ്ങൾ ചേർന്ന ത്രയീമയ വേദവിഹിതമായിട്ടുള്ള ആര്യധർമ്മം, സദാചാരമൊക്കെ നൃണാം മനുഷ്യർക്കിടയിൽ വിലീയതയും തേഞ്ഞു മാഞ്ഞു പോകുന്ന. അതായത് രാജാവില്ലാതെ ഇങ്ങനെ അധർമ്മികള് ഭരിക്കണമെന്ന് പറയട്ടെ. അധർമ്മികളാൽ നടത്തപ്പെടുന്ന രാജ്യത്ത് എന്താ ഉണ്ടാവുക? അവയുടെ വർണ്ണാശ്രമങ്ങൾ അനുസരിച്ചിട്ടുള്ള ആചാരങ്ങളും വേദത്തിൽ പറഞ്ഞിട്ടുള്ള സദാചാരവും ഒക്കെ മനുഷ്യർക്കിടയിൽ ഇല്ലാണ്ടായിത്തീരും. കാരണം ആരും പേടിക്കാനില്ല. അപ്പൊ ഈ അധർമ്മികള് പിന്നെ എല്ലാറ്റിനും അധികാരം ഏറ്റെടുത്തിട്ട് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും വേണ്ട പോലെ വേദവിഹിതമായിട്ടുള്ള സദാചാരമൊന്നും നടപ്പാക്കാനൊക്കെ സാധിക്കാതെ വരും, വേണമെന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനെയുള്ള വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ ആരും അനുഷ്ഠിക്കാണ്ടേവും, വേദവിഹിതമായിട്ടുള്ള ധർമ്മങ്ങളും സദാചാരവും ആരും അനുഷ്ഠിക്കാതെയും, അതൊക്കെ മനുഷ്യർക്കിടയിൽ ഇല്ലാണ്ടേവും രാജാവില്ലെങ്കിലേ. അരാജകത്വം കൊണ്ടേ തതഹ തന്നിമിത്തം ശൂനാം നായ്ക്കളുടെയും കബീനാം കുരങ്ങുകളുടെയും ഇടയിൽ ഇവ ഉള്ളതുപോലെ, അതായത് നായ്ക്കളുടെയും കുരങ്ങന്മാരുടെ ഇടയിലുള്ളത് പോലെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ ഇടയിലുള്ളത് പോലെ അർത്ഥകാമാഭിനിവേശിതാത്മനാം, അർത്ഥത്തിലും കാമത്തിലും അത്യാസക്തി ഉള്ള മനുഷ്യരുടെ ഇടയിലും വർണ്ണസങ്കര, ജാതി കലർപ്പുണ്ടാകും. അതായത് ഒന്നിനും ഒരു നിയമവും വ്യവസ്ഥയും ഇല്ലാതെ ആയിത്തീരും. മൃഗങ്ങളൊക്കെ അങ്ങനെയല്ലേ, അവര് ഇൻസ്റ്റിങ്ക്റ്റ് ഫോളോ ചെയ്യല്ലേ. അതായത് അവർക്ക് എന്താ വേണ്ട വെച്ചാൽ അവർ ചെയ്യും. അവർക്കൊരു ധർമ്മോ ഒന്നും ആരും, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വിവേകമൊന്നുമില്ലല്ലോ അവർക്ക്. അവർ ആ നാച്ചുറലായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് അത് ജീവിക്കും. അതേപോലെ നമ്മളും വെറും മൃഗങ്ങളെപ്പോലെ വിവേകമില്ലാത്ത, അല്ലെങ്കിൽ ഈ വിശേഷ ബുദ്ധി ഇല്ലാത്ത മൃഗങ്ങളെപ്പോലെ ആയിത്തീരും ഈ മനുഷ്യരും. ഈ രാജാവിൻ്റെ അഭാവത്തില് ഈ രാജ്യം നശിക്കും, അരാജകത്വം വിളയാടും. അപ്പം ഉണ്ടാവണത് ഇതൊക്കെയാണെന്ന്. എന്താ? വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ എല്ലാവരും നടത്താണ്ടേവും, വേദവിഹിതമായിട്ടുള്ള സദാചാരങ്ങളും ധർമ്മങ്ങളും നടത്താണ്ടേവും. അപ്പോ സാധാരണ വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ വിശേഷബുദ്ധി ഇല്ലാത്ത നായ്ക്കളുടെയും കുരങ്ങന്മാരെയും പോലെ ശരിക്കും അർത്ഥത്തിലും കാമത്തിലും അത്യാസക്തിയായിട്ട് ഒന്നും നോക്കാതെ അർത്ഥത്തിലും കാമത്തിലും അത്യാസക്ത ചിത്തന്മാരായിട്ട്
എന്തൊക്കെ അവസ്ഥയാണ് ഈ ലോകത്തിലുണ്ടാവുക, അത് നീ ചെയ്തത് കഷ്ടായി എന്ന് പറയാണ് 45. തദാര്യധർമ്മശ്ച വിലീയതേ നൃണം വർണ്ണാശ്രമാചാരയുതസ്ത്രൈമയഃ തതോർത്ഥകാമാഭിനിവേശിതാത്മനാം ശുനാം കപീനാം ഇവ വർണ്ണസങ്കരഃ. അതായത് ഒന്നും വർണ്ണങ്ങളൊന്നും നോക്കിയിട്ടൊന്നല്ല, നായ്ക്കളുടെയും കുരങ്ങന്മാരുടെയും പോലെ ഒരു വ്യവസ്ഥയില്ലാതെ ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കുക, ഇഷ്ടമുള്ളവരായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവനവൻ്റെ സഹധർമ്മിണിയെ വേണ്ടാച്ച് വേറെ വല്ലവരെയും സഹധർമ്മിണിയെ സ്വന്താക്കുക, ഇങ്ങനെയുള്ള അധർമ്മങ്ങളൊക്കെ ഇഷ്ടം പോലെ ഓരോരുത്തരും ഓരോരുത്തരുടെ കൂടെ കഴിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സംഗതി വരും എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി നമുക്ക് 46 പോവാം. അപ്പോൾ 46 ധർമ്മപാലോ നരപതി സതു സമ്രാട് ബൃഹശ്രവാഹ സാക്ഷാൻ മഹാഭാഗവതോ രാജർഷിർ ഹയമേധയാട് ക്ഷുതൃശ്രമയുതോ ദീനോ നൈവാസ്മച്ഛാപമർഹതി. 3 വരിയാണ് കേട്ടോ ആ ശ്ലോകം. അങ്ങനെയാണ്, എന്നാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ ഇതിലെന്താ 46 വെച്ചല്ലേ, സഹത്തു അദ്ദേഹമാകട്ടെ ധർമ്മപാലഹ ധർമ്മത്തെ കാത്തുരക്ഷിക്കുന്ന നരപതി ജനനായകനാകുന്നു. പരീക്ഷിത് മഹാരാജാവ് ഇങ്ങനൊരു അബദ്ധം പറ്റീനേ ഉള്ളൂ, അല്ലെങ്കിൽ ധർമ്മപാലനാണ്, ധർമ്മത്തെ കാത്തുരക്ഷിക്കുന്ന രാജാവാണ്. ബൃഹശ്രവാഹ അതിവിഖ്യാതനായിട്ടുള്ള സമ്രാട്ടാണ്, മീൻസ് ചക്രവർത്തിയാണ്. ബൃഹശ്രവാഹ എന്ന് പറഞ്ഞാൽ വളരെ കേൾവി കേട്ട ബൃഹശ്രവാഹ, എല്ലാവർക്കും അറിയാൻ പറഞ്ഞാല്, എന്നുവെച്ചാൽ ലോകം മുഴുവൻ അദ്ദേഹത്തിന് സാമ്രാജ്യമാണ്. അപ്പൊ എല്ലാവർക്കും പറഞ്ഞ ബൃഹശ്രവനാണെന്ന് പറഞ്ഞാൽ വിഖ്യാതനാണ്, വിശ്വവിഖ്യാതനായിട്ടുള്ള ചക്രവർത്തിയാണ്. സാക്ഷാത് മഹാഭാഗവത, പോരാത്തേന് വലിയ ചക്രവർത്തി എന്നുള്ളതിന് പുറമേ വലിയ ഭഗവത് ഭക്തനുമാണ്, വലിയ ഭാഗവതോത്തമനുമാണ്. പോരാത്തേന് ഹയമേധയാട് അശ്വമേധയാഗം ചെയ്തിട്ടുള്ള രാജർഷി വിശിഷ്ട ക്ഷത്രിയനാണ്. അതായത് ഒരു സാധാരണ ക്ഷത്രിയനെന്നല്ല, അശ്വമേധയാഗം അനുഷ്ഠിച്ച ആളാണ്. ക്ഷുത്രിഡ് ശ്രമയുത വിശപ്പും ദാഹവും തളർച്ചയും ബാധിച്ച് ദീന അവശനായിരുന്ന അദ്ദേഹം അസ്മത് നമ്മളിൽ നിന്ന് ശാപത്തെ ഏവ അർഹതി ഒട്ടും തന്നെ അർഹിക്കുന്നില്ല എന്ന്. അതാണ് ശമീക മഹർഷി പറഞ്ഞത്, ഏവ അർഹതി ഒട്ടും തന്നെ അർഹിക്കുന്നില്ല. അതാണ് എത്ര എന്തൊരു സംസ്കാരമുള്ള ഒരാളാണല്ലോ ശമീക മഹർഷിയൊക്കെ. അപ്പൊ ശൃംഗിക്കും അതെ നല്ല തപസ്സും ഒക്കെ ഉള്ള വളരെ തേജസ്വിക്കാണ് കേട്ടോ, പക്ഷെ കുട്ടിയല്ലേ, അപ്പൊ ആ വിവേകം മുഴുവൻ വെച്ചിട്ടില്ല. അതാണ്. അപ്പോ പിന്നെയും പറയാണ്, ഈ രാജാവാകട്ടെ ഇപ്പൊ ധർമ്മമൊക്കെ അധപ്പതിക്കുന്ന കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ പറയാണ്, ഈ ധർമ്മമൊക്കെ കാത്തു രക്ഷിച്ചേർന്ന രാജാവാണ് നമ്മുടെ രാജാവ്. അതോ ലോകം മുഴുവൻ അറിയണത് അതിവിഖ്യാതനായിട്ടുള്ള ചക്രവർത്തിയാണ്. ഇനി അതിനും പുറമേ ഒരു യഥാർത്ഥ സാക്ഷാൽ എന്ന് പറയുന്നത്, സാക്ഷാൽ യഥാർത്ഥ വിഷ്ണു ഭക്തനുമാണ്, ഭാഗവതോത്തമനുമാണ്. അശ്വമേധയാഗം ചെയ്തിട്ടുള്ള വിശിഷ്ടനായിട്ടുള്ള ക്ഷത്രിയനാണ്. സാധാരണ ക്ഷത്രിയന്മാർക്കൊന്നും അശ്വമേധയാഗം ചെയ്യാൻ പറ്റില്ല. അശ്വമേധയാഗം ചെയ്ത വിശിഷ്ട ക്ഷത്രിയനാണ്. പാവം വിശപ്പും ദാഹവും തളർച്ച, അതാണ് ക്ഷുതൃശ്രമയുത. വിശപ്പും ദാഹവും തളർച്ചയും കാരണം അവശനായിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത്. ശരിക്ക് അദ്ദേഹം അസ്മത് നമ്മളിൽ നിന്ന് ശാപത്തെ ഏവ അർഹതി അർഹിക്കണേയില്ല. അതല്ലേ പറയാൻ പറ്റുള്ളൂ. എന്താ ചെയ്തു കഴിഞ്ഞില്ലേ, അത് തിരിച്ചെടുക്കാനും പറ്റില്ല. അപ്പൊ 46 ധർമ്മപാലോ നരപതി സതു സമ്രാട് ബൃഹശ്രവാഹ സാക്ഷാൻ മഹാഭാഗവതോ രാജർഷിർ ഹയമേധയാട് ക്ഷുതൃട് ശ്രമയുതോ ദീനോ നൈവാസ്മച്ഛാപമർഹതി. ശാപർഹിക്കുന്നില്ല. 47 കൂടിയും ചെയ്യാം. അപാപേഷു സ്വഭൃത്യേഷു ബാലേനാപക്വബുദ്ധിനാ പാപം കൃതം തദ് ഭഗവാൻ സർവാത്മാ ക്ഷന്തുമർഹതി. അപ്പോ
അപാപേഷു ഞാൻ ഇതും കൂടി ചെയ്യാം. അപ്പോൾ 47 അപാപേഷു നിരപരാധികളായ സ്വഭൃത്യേഷു തന്റെ ദാസന്മാരിൽ അപക്വബുദ്ധിന ബുദ്ധിക്ക് പാകം വന്നിട്ടില്ലാത്ത ബാലേന ഒരു ബാലനാൽ കൃതം ചെയ്യപ്പെട്ടിരിക്കുന്ന തത് പാപം ആ അപരാധത്തെ സർവാന്തര്യാമിയായ ഭഗവാൻ സർവേശ്വരൻ ക്ഷന്തുമർഹതി പുറത്തുകൊള്ളേണ്ടതാകുന്നു. അപ്പൊ ഈ മകന് പാപം ഉണ്ടാവരുതെന്നുണ്ടാവൂല അച്ഛന്. അപ്പൊ പറയാണ് എന്താ അറിയോ, പിന്നെ ഈ മഹാപാപത്തിന് വേറെ പ്രായശ്ചിത്തൊന്നുമില്ല ഈ രാജാവിനെ ശപിക്കാന്ന് ഇനി എന്ന് അവനോ തന്നെ പിന്നെ ശമീക മഹർഷി പറയാണ്, ഇങ്ങനെ ശപിച്ചതൊരു മഹാപാപമായി, അതിന് ഇനി പ്രായശ്ചിത്തം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഈശ്വര, ഈ വേണ്ടത്ര വിവേകം ഉദിക്കാത്ത ഈ ബാലൻ ഈ ഈശ്വരന്റെ ഇത്ര ഈശ്വര ഭക്തനായിട്ടുള്ള രാജാവിനോട് ചെയ്ത ഈ അപരാധത്തിനെ സർവാത്മാവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ പൊറുക്കണേന്ന് മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശമീക മഹർഷി. ആക്ച്വലി ഇതിലേ അതാണ് ചെയ്യണത്. അതായത് മകൻ കുട്ടിയല്ലേ, അതുകൊണ്ട് ഭഗവാൻ ക്ഷമിക്കണേ, ഭഗവത് ഭക്തനായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവിനെ ഇങ്ങനെ ശപിച്ചതിന് എൻ്റെ മകനെ നീ അല്ല ഭഗവാൻ പിന്നെന്താണ് ക്ഷമിക്കണേ എന്ന് പറയണേ. എൻ്റെ ഈ മകൻ കുട്ടിയല്ലേ, ബുദ്ധിക്ക് വേണ്ടത്ര പാകത വരാത്തോണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ഭഗവത് ഭക്തനായിട്ടുള്ള പരീക്ഷത്തിനെ ശപിച്ചതായിട്ടുള്ള എൻ്റെ മകൻ്റെ തെറ്റിനെ സർവാത്മാവായിട്ടുള്ള ഭഗവാൻ ക്ഷമിച്ച് അനുഗ്രഹിക്കണേ എന്ന് പിന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചു മകന് വേണ്ടിയിട്ട് ശമീക മഹർഷി. സാധാരണ അച്ഛന്മാരെ പോലെ അല്ലേ, ആദ്യം ശാസിച്ചു, ചെയ്തതൊക്കെ തെറ്റായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഈശ്വര, ഈ മകൻ അറിയാതെ ചെയ്ത ഈ തെറ്റ് ഭഗവാൻ അതിന് മാപ്പ് നൽകണേ, അല്ലെങ്കിൽ പിന്നെ ഇവനോട് പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതോടുകൂടി നമുക്ക് ഈ സെഷൻ നിർത്താം. 47 ഒന്നും കൂടി ചെല്ലാം. അപാപേഷു സ്വഭൃത്യേഷു ബാലേനാപക്വബുദ്ധിന പാപം കൃതം തദ്ഭഗവാൻ സർവാത്മാ ക്ഷന്തുമർഹതി. അപ്പോൾ ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.